നമസ്കാർ, ഞാൻ ഹരിത. ഹിന്ദി വിത്ത് ഹരിത എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അഞ്ജു ഖർബന്ത് എഴുതിയ ഖിടിക്കി എന്ന ലഘുകഥയാണ് പഠിക്കാൻ പോകുന്നത്. ലഘുകഥ എന്ന് പറഞ്ഞാൽ ചെറുകഥ, ഷോർട്ട് സ്റ്റോറി എന്നാണ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താണ്? ഖിടിക്കി എന്നാണ്. ഖിടിക്കി എന്ന് പറഞ്ഞാൽ ജനൽ, വിൻഡോ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ നമ്മുടെ ഈ ലഘുകഥ എഴുതിയിട്ടുള്ളത് അഞ്ജു ഖർബന്തയാണല്ലേ. അപ്പൊ നമ്മൾ ഈ ലേഖികയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പൊ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അഞ്ജു ഖർബന്ത കാ ജന്മ ദില്ലി മേം ഹുവ. അഞ്ജു ഖർബന്തയുടെ ജനനം ഡൽഹിയിലായിരുന്നു. വേ അധ്യാപിക, ലേഖിക തഥാ റേഡിയോ കലാകാർ ഹെ. അവർ അധ്യാപികയും ലേഖിക, എഴുത്തുകാരിയും റേഡിയോ ജോക്കിയുമായിരുന്നു. ആർജെ എന്നൊക്കെ പറയില്ല, അതൊക്കെ ആയിരുന്നു. ലഘുകഥ, കവിത, സംസ്മരൺ ആദി വിധാओं में वे कार्यरत है. ചെറുകഥ, കവിത, ഓർമ്മക്കുറിപ്പ് എന്നീ മേഖലകളിൽ അവര് പ്രവർത്തിച്ചിട്ടുണ്ട്. ഉജ്ലി ഹോത്തി ഭോർ, കിൻസ്വേ ക്യാം ദില്ലി നൗ ആദി പ്രകാശിത കൃതിയാം ഹെ. ഈ പറഞ്ഞിട്ടുള്ള രണ്ട് രചനകളും അവരുടെ പബ്ലിഷ് ചെയ്തിട്ടുള്ള, പ്രസിദ്ധീകരിച്ചിട്ടുള്ള രചനകളാണ്. സാവിത്രിബായ് ഫൂലെ സമ്മാൻ സേ വേ പുരസ്കൃത ഹെ. സാവിത്രിബായ് ഫൂലെ സമ്മാൻ അവർക്ക് ലഭിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ ഖിടിക്കി എന്ന ലഘുകഥയില് ഒരു ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികളും ട്രെയിനില് ഡൽഹിയിൽ നിന്ന് ഹോഷിയാർപൂരിലേക്ക് ഒരു കല്യാണത്തിന് പോവുകയാണ്. ഈ കല്യാണത്തിന് പോകുമ്പോൾ ട്രെയിനിൽ വെച്ചിട്ടൊരു സ്ത്രീ, ഒരു യുവതി ഷോള് വിൽക്കാൻ വരുന്നുണ്ട്. എന്നിട്ട് അവിടെ ഉണ്ടാകുന്ന സംഭവവികാസങ്ങളെ കുറിച്ചാണ് നമ്മുടെ ഈ ലഘുകഥയിൽ പറയുന്നത്. അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. ഹോഷിയാർപൂർ സേ ഷാദി കാ ബുലാവ ആയാ ഥാ. ഹോഷിയാർപൂർ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിന്റെ പേരാണ്. ഷാദി കല്യാണം, വിവാഹം എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ബുലാവ ക്ഷണം, ഇൻവിറ്റേഷൻ. ഹോഷിയാർപൂരിൽ നിന്ന് കല്യാണത്തിന്റെ ഇൻവിറ്റേഷൻ, ക്ഷണം വന്നിട്ടുണ്ടായിരുന്നു. ട്രെയിൻ സേ ജാന തയ് ഹുവ. തയ് ഹുവ എന്ന് പറഞ്ഞാല് തീരുമാനിച്ചു, ട്രെയിനിൽ പോകാൻ തീരുമാനിച്ചു. സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗി थी, इसलिए सोचा चलो इस बार एसी के बजाय जनरल कोच से सफर का आनंद लिया जाए. സർദി എന്ന് പറഞ്ഞാല് തണുപ്പ്. ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗി थी, ചെറിയ രീതിയിൽ അടിച്ചു തുടങ്ങിയിരുന്നു. ഇപ്പൊ ചെറിയ രീതിയിൽ നമുക്ക് അനുഭവിക്കില്ലേ ഈ തണുപ്പ്. തണുപ്പ് കുറച്ചൊക്കെ ഇങ്ങനെ മുട്ടി വിളിക്കാൻ തുടങ്ങിയിരുന്നു എന്നാണ് അർത്ഥം വരുന്നത്. ഇസിലിയെ സോച്ച, അതുകൊണ്ട് ചിന്തിച്ചു. ചലോ ഇസ് ബാർ എസി കെ ബജായ്, ഇപ്രാവശ്യം എസിക്ക് പകരം ജനറൽ കോച്ച് സേ സഫർ കാ ആനന്ദ് ലിയാ ജായേ. ഇത്തവണ എസിക്ക് പകരം എന്തിൽ ആനന്ദം കണ്ടെത്താം, ആസ്വദിക്കാന്ന് തീരുമാനിച്ചു. ജനറൽ കോച്ചില് യാത്ര ആസ്വദിക്കാൻ അവര് തീരുമാനിച്ചു. അപ്പൊ വാക്കുകളുടെ അർത്ഥങ്ങൾ നിങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കാനും ഓർത്തിരിക്കാനും വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ മുകളിൽ എഴുതി കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റിലേക്കോ നോട്ടിലേക്കോ ഇത് മാറ്റി എഴുതി ഇത് ഓരോ വാക്കുകളും പഠിച്ചു വെക്കുക. അപ്പൊ നമുക്കിനി ബാക്കി വായിച്ചു നോക്കാം. പെഹലെ ബീവി ബच्चे जनरल से जाने पर कुछ नाराज हुए, पर फिर थोड़ी नानुकुर के बाद मान गए. പെഹലെ ആദ്യം, ബീവി എന്ന് പറഞ്ഞാല് ഭാര്യ, ബच्चे കുട്ടികൾ, ജനറൽ സി ജാനെ പർ ജനറൽ കമ്പാർട്ട്മെന്റിൽ പോകുന്നതിൽ കുച്ച് നാരാസ് ഹുവെ. അപ്പൊ ആദ്യം ഭാര്യയും കുട്ടികളും ജനറൽ കമ്പാർട്ട്മെന്റിൽ പോകുന്നതിൽ അല്പം കുറച്ച് എന്ത് ചെയ്തു, ദേഷ്യപ്പെട്ടു. പർ ഫിർ തോടി നാനുക്കുർ കെ ബാദ് മാൻ ഗയേ. തോടി എന്ന് പറഞ്ഞാല് കുറച്ച്, നാനുക്കുർ എന്ന് പറഞ്ഞാല് ഡിസഗ്രിമെന്റ്, വിയോജിപ്പാണ്. പക്ഷേ എന്നാൽ എന്ന് പറഞ്ഞാല് പക്ഷേ, എന്നാൽ എന്നുള്ള അർത്ഥമൊക്കെ വരുന്നുണ്ട്. പക്ഷേ പിന്നീട് കുറച്ച് എതിർപ്പുകൾക്ക് ശേഷം സമ്മതിച്ചു എന്നാണ് പറയുന്നത്. അവർ എസിയിലൊക്കെ പോയി ശീലമായതുകൊണ്ട് തന്നെ ജനറൽ കോച്ചിലാണ് പോകുന്നതെന്ന് തീരുമാനം അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഭാര്യയ്ക്കും കുട്ടികൾക്കും ദേഷ്യം വന്നു. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ ദേഷ്യം വരില്ലേ, അങ്ങനെ ദേഷ്യം വന്നു. പിന്നെ എന്ത് ചെയ്തു, പിന്നെ കുറച്ച് കഴിഞ്ഞേക്കിന് അവരെന്ത് ചെയ്തു, സമ്മതിച്ചു എന്നാണ് പറയുന്നത്. അതായത് അവരുടെ ആ എതിർപ്പ് മാറി എന്ന്. ദില്ലി സേ ലഗ്ഭഗ് 8 घंटे का സഫർ. ദില്ലി സേ ഡൽഹിയിൽ നിന്ന്, ലഗ്ഭഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം, 8 എന്ന് പറഞ്ഞാല് 8, ഘണ്ട എന്ന് പറഞ്ഞാല് മണിക്കൂർ, സഫർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ യാത്ര.
ഡൽഹിയിൽ നിന്ന് ഏകദേശം 8 മണിക്കൂറിന്റെ യാത്രയാണ്. അപ്പൊ ഇവിടെ ചില വാക്കുകളൊക്കെ ഞാൻ പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ്. കാരണം എക്സാമിന് 1 വേർഡ് ക്വസ്റ്റ്യന് വരാൻ സാധ്യതയുള്ളതൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടാണുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ചോദ്യം വരികയാണ്, അവരെങ്ങോട്ടാണ് പോകുന്നത്? അവരെങ്ങോട്ടാ പോകുന്നത്? ഹോഷിയാർപൂരിലേക്കാണ് അല്ലെ. എന്തിനാണ് അവര് പോകുന്നത്? ഷാദി, കല്യാണത്തിന് വേണ്ടിയിട്ടാണ്. എന്തിലാണ് അവര് പോകുന്നത്? ട്രെയിനിലാണല്ലേ. അപ്പൊ എന്തുകൊണ്ടാണ് അവര് AC പകരം ജനറൽ കോച്ച് തെരഞ്ഞെടുത്തത്? സർദി, തണുപ്പ് കാരണമാണ്. അവരെന്തിലാ പോകുന്നത്? ഏത് കോച്ചിലാണ്? ജനറൽ കോച്ചിലാണ് അല്ലെ. പിന്നെ ആരാണ് അവരുടെ കൂടെ ഉള്ളത്? BV ബച്ചെ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭാര്യയും കുട്ടികളാണെന്ന് പറയുമ്പോൾ ഭർത്താവാണ് എന്ത് നമ്മുടെ ഈ കഥ പറയുന്നത്. പതി എന്നാണ് ഭർത്താവിന് പറയുന്നത്. അപ്പോൾ അവരെവിടെ നിന്നാണ് പോകുന്നത് എന്ന ചോദ്യത്തിനും ഇവിടെ ഉത്തരമുണ്ട്. ഡൽഹിയിൽ നിന്നാണ് അവർ പോകുന്നത്. എത്ര മണിക്കൂറിന്റെ യാത്രയാണ്? 8 ഘണ്ടെ കാ സഫർ. 8 മണിക്കൂറിന്റെ യാത്രയാണ് ഡൽഹിയിൽ നിന്ന് ഹോഷിയാർപൂരിലേക്ക്. അപ്പൊ ഈ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ് എടുത്ത് തരുന്ന മനസ്സിലാവുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമന്റിലൂടെ എന്നെ അറിയിക്കും ചെയ്യാട്ടോ. അപ്പൊ നമുക്ക് ബാക്കി വായിച്ചു നോക്കാം. സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. തോ ജ്യാദാ പരേശാനി നഹി ഹുയി. ജ്യാദ എന്ന് പറഞ്ഞാല് കൂടുതൽ, പരേശാനി എന്ന് പറഞ്ഞാല് ടെൻഷൻ, ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ലേ, അതാണ് അർത്ഥം വരുന്നത്. അപ്പൊ ഈ സീറ്റ് ബുക്ക് ചെയ്തത് കൊണ്ട് തന്നെ കൂടുതൽ ടെൻഷനൊന്നും ഉണ്ടായില്ല. ബച്ചോംനെ ചഡ് ഖിടക്കി വാലി സീറ്റ് ചപ്പട്ട്ലി. ബച്ചോം എന്ന് പറഞ്ഞാല് കുട്ടികള്, ചട്ട് എന്ന് പറഞ്ഞാല് പെട്ടെന്ന്, ഖിടക്കി എന്ന് പറഞ്ഞാല് നമ്മളെ ചാപ്റ്ററിന്റെ പേരാണ് ഖിടക്കി എന്നുള്ളത്. ഖിടക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? ജനൽ, വിൻഡോ എന്നുള്ള അർത്ഥമാണ്. സീറ്റ് ചപ്പട്ട്ലി, സീറ്റ് പിടിച്ചു. കുട്ടികൾ എന്ത് ചെയ്തു? പെട്ടെന്ന് ജനലിന്റെ അടുത്തുള്ള നമുക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇഷ്ടമുള്ള സീറ്റ് ഏതാണ്? വിൻഡോ സീറ്റ് ആണല്ലേ. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്തു? നേരെ വിൻഡോ സീറ്റ് പിടിച്ചു. സാരാ സാമാൻ സെറ്റ് കർ മേ और പത്നി ബാത്തോ മേ മഷ്ഗുൽ ഹോ ഗയേ. സാര മുഴുവൻ, സാമാൻ സാധനം, മേ എന്ന് പറയുന്നത് ഇവിടെ ഞാൻ, അതായത് നമ്മുടെ പതിയാണ്, ലേഖക്, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലാണ് ഈ രചന എഴുതിയിട്ടുള്ളത്. പത്നി ഭാര്യ, ബാത്തോമേ മഷ്ഗുൽ ഹോ ഗയേ, മുഴുവൻ സാധനവും സെറ്റ് ചെയ്ത് ഞാനും ഭാര്യയും സംസാരത്തില് മുഴുകി എന്നാണ് ഇവിടെ പറയുന്നത്. ദീദി ജമ്മു കി ഷോൾ ലേലോ ബഹുത് ബഡിയാ ഹെ. ദീദി എന്ന് പറഞ്ഞാല് ചേച്ചി, ജമ്മു കി ഷോൾ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള പോലെയല്ല, ജമ്മുവിലൊക്കെ ഒരുപാട് തണുപ്പുള്ളതാണ്. അപ്പൊ അവിടെയുള്ള ആളുകൾ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ഷോളൊക്കെ. അപ്പോ അത് ലേലോ, എടുത്തോളൂ, വാങ്ങിച്ചോളൂ എന്ന് പറയാണ്. അപ്പൊ നമ്മുടെ കഥയിൽ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു തണുപ്പുള്ള ടൈമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബഹുത് ബഡിയാ ഹെ, വളരെ നല്ലതാണ്, ഒന്നാം തരമാണ്, നമ്മൾ പറയില്ല അടിപൊളിയാണെന്ന് പറയുന്ന പോലെ അവര് പറയാണ്. रंग बिरंगी शोलों का भारी गठर उठाए एक सावली सलोनी कजरारी आंखों वाली युवती पत्नी को इसरार करने लगी. രംഗ് എന്ന് പറഞ്ഞാല് നിറം, രംഗ് ബിരങ്കി എന്ന് പറഞ്ഞാല് പല നിറത്തിലുള്ള, കളർഫുൾ ആയിട്ടുള്ള, ഷോളോങ്ക ഷോളുകളുടെ, ഭാരി ഘട്ടർ ഭാരമുള്ള ബണ്ടിൽ, ആ സ്ത്രീയുടെ കയ്യില് ഒരുപാട് ഷോളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു കെട്ടുണ്ടായിരുന്നു. ഉഡായെ എടുത്തുകൊണ്ട്, ഏക് സാവലി സലോനി, ഒരു ശ്യാമവർണ്ണത്തിലുള്ള, ഒരു ഡാർക്ക് സ്കിന്നഡ് ആയിട്ടുള്ള, കുറച്ച് കറുത്ത നിറത്തിലുള്ള, കജരാരി ആഖും വാലി യുവതി. കജരാരി എന്ന് പറഞ്ഞാല് കൺമഷി, ആഖ് എന്ന് പറഞ്ഞാല് കണ്ണാണ്, ആഖും വാലി യുവതി, കണ്ണുകളുള്ള യുവതി. പത്നിക്കോ ഇസ്രാർ കർണേ ലഗി, ഭാര്യയെ നിർബന്ധിക്കാൻ തുടങ്ങി. പല നിറത്തിലുള്ള ഷാളുകളുടെ ഭാരമുള്ള കെട്ടെടുത്തുകൊണ്ട് ഒരു കറുത്ത നിറത്തിലുള്ള മനോഹരമായിട്ടുള്ള കൺമഷി കണ്ണുകളുള്ള ഒരു യുവതി ഭാര്യയെ നിർബന്ധിക്കാൻ തുടങ്ങി. ഈ യുവതി തന്റെ ജമ്മു കി ഷോൾ വാങ്ങാൻ വേണ്ടിയാണ് പതി, നമ്മുടെ ലേഖകന്റെ ഭാര്യയെ നിർബന്ധിക്കാൻ തുടങ്ങിയത്. കിത്തനെ കി ഹേ. അപ്പൊ ഈ ഭാര്യ, പത്നി ചോദിക്കുകയാണ് എത്രയാണ് വില, ഷോളിന്റെ വില. ഭാര്യ ചോദിച്ചു. 2800 की. 28 എന്ന് പറഞ്ഞാല് 2.5, 100 എന്ന് പറഞ്ഞാല്
100. 2800 എന്ന് പറഞ്ഞാൽ 250 രൂപയാണ് എന്ന് യുവതി പറഞ്ഞു. ഇത്തേ മെഹങ്കി, ഇത്രയും വിലയോ, ഇത്രയും വില കൂടുതലോ എന്ന് ചോദിച്ചു. ജ്യാദ പീസ് ലോഗി തോ കം കർ ദൂഗി. ജ്യാദ എന്ന് പറഞ്ഞാല് കൂടുതൽ, കം എന്ന് പറഞ്ഞാല് കുറവ്. കൂടുതൽ പീസ് എടുത്താല്, അതായത് 2-3-4 ഷോൾ എടുത്തു കഴിഞ്ഞാൽ വാങ്ങിച്ചാല് വില കുറയ്ക്കാം, വില കുറച്ച് തരാമെന്ന് ഈ യുവതി പറഞ്ഞു. അപ്പോ ഭാര്യ ചോദിക്കാണ്, മുജെ ദുഖാൻ ഖോൽനി ഹേ ക്യാ. മുജെ എന്ന് പറഞ്ഞാല് എനിക്ക്, ദുഖാൻ എന്ന് പറഞ്ഞാല് കട, എനിക്കെന്താ കട തുടങ്ങാനാണോ എന്ന് ഭാര്യ തിരിച്ചു ചോദിച്ചു. അപ്പൊ നമ്മുടെ ഷോള് വിൽക്കുന്ന യുവതി പറയാണ്, ലേലോന ബഹനോം और ഭാബിയോം के लिए. ലേലോന എടുത്തോളൂ, വാങ്ങിച്ചോളൂ. ബഹൻ എന്ന് പറഞ്ഞാല് സഹോദരി, ഭാബി എന്ന് പറഞ്ഞാല് സഹോദരന്റെ ഭാര്യയ്ക്ക് പറയുന്നതാണ്. അപ്പൊ യുവതി പറയാണ്, സഹോദരികൾക്കും സഹോദരന്റെ ഭാര്യയ്ക്കൊക്കെ വേണ്ടിയിട്ട് വാങ്ങിച്ചോളൂ. मैंने पत्नी को इशारा किया तो उसने आंखें तरेर कर मुझे चुप रहने का संकेत दिया. मैंने पत्नी को इशारा किया. ഞാൻ ഭാര്യയുടെ ഒരു ആംഗ്യം കാണിച്ചു, അതായത് ഭാര്യയ്ക്കൊരു സൂചന നൽകി, ഒരു സിഗ്നല് കൊടുത്തു എന്നാണ് പറയുന്നത്. ഇവിടെ ഞാൻ എന്ന് പറയുന്നത് പതിയാണ്, നമ്മൾ ലേഖക എന്ന് പറയുന്നുണ്ട്. അഞ്ജു ഖർബന്ദ എഴുതിയ രചനയാണത്. അഞ്ജു ഖർബന്ദ ഒരു ഭർത്താവിന്റെ കാഴ്ചപ്പാടിൽ, ഒരു പതിയുടെ കാഴ്ചപ്പാടിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. ആ വ്യക്തി പറയുന്നത് പോലെയാണ് നമ്മൾ ഈ രചന വായിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ നമുക്ക് ലേഖക എന്ന് പ്രയോഗിക്കാം. तो उसने आंखें तरेर कर मुझे चुप रहने का संकेत दिया. അപ്പൊ അവൾ എന്ത് ചെയ്തു? ആഖി തരേർക്കർ, കണ്ണുരുട്ടിയിട്ട് എന്നോട് മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൂചന നൽകി. അതായത് ഭർത്താവിനോട് എന്ത് പറഞ്ഞു? ഒരാംഗ്യം കാണിച്ചിട്ട് അവര് സംസാരിക്കുന്നില്ലേലും അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കണ്ണുരുട്ടി കാണിച്ചിട്ട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് പത്നി യുവതിയോട് ചോദിച്ചു, അച്ഛാ 5 പീസ് ലൂ തോ കിത്നെ കെ ദേഗി. ഓക്കെ, 5 പീസ് എടുത്താല്, 5 എന്ന് പറഞ്ഞാൽ 5 5 പീസ് എടുത്താല് എത്രയ്ക്ക് തരും? ഷോള് വിൽക്കുന്ന യുവതി പറഞ്ഞു, 200 रुपये पर पीस ले लेना दीदी. 200 എന്ന് പറഞ്ഞാല് 200 രൂപ. ഒരു പീസിന് 200 രൂപ വെച്ച് എടുത്തോളൂ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പൊ പത്നി വില വീശിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോ മറുപടി പറയാണ്, നാ 100 रुपये पर പീസ്. പറ്റില്ല, വേണ്ട, നോ എന്നുള്ള അർത്ഥാണ്. 100 രൂപയ്ക്ക് പീസ്. അതായത് 250 രൂപയായിരുന്നു ഒരു പീസിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് 200 രൂപയായി. ഇപ്പൊ പത്നി അതിന് 100 രൂപയാണ് പറയുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നതാണ്. നമ്മൾ വലിയ കടയിലൊക്കെ കയറുമ്പോൾ ഇപ്പൊ പ്രൈസ് ടാഗില് വില കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സാധനത്തിന് അത്രയും വാല്യൂ പോലും ഉണ്ടായിരിക്കില്ല. നമ്മൾ ആ പൈസ അവിടെ കൊടുക്കും. പക്ഷെ ഈ വഴിയോര കച്ചവടക്കാരൊക്കെ സാധനങ്ങൾ വിൽക്കുമ്പോൾ അവരോട് ഇങ്ങനെ വില പേശിക്കൊണ്ടിരിക്കും. അവരിങ്ങനെ 100 പറഞ്ഞാൽ അത് 70 ആക്കും, എന്നിട്ട് നമ്മളത് 50 ആക്കും. അങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ കാണുന്ന കാര്യങ്ങളാണത്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. ആ സാധനം വിൽക്കുന്നവരുടെ ബുദ്ധിമുട്ടോ ഓരോ പ്രശ്നങ്ങളോ അവർ ഏതൊക്കെ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതോ ഒന്നും ആരും ചിന്തിക്കുന്നില്ല. അപ്പൊ പത്നി അതേപോലെ അതൊന്നും ചിന്തിക്കാത്തൊരു വ്യക്തിയാണ്. ഇതിന് മറുപടിയായിട്ട് ഷോള് വിൽക്കുന്ന യുവതി പറയാണ്, ദീദി സൗ തോ ബഹുത് കം ഹെ. ദീദി ചേച്ചി, സൗ എന്ന് പറഞ്ഞാല് 100, ചേച്ചി 100 വളരെ കുറവാണ്. कहते हुए उसका गला रूंध गया और उसकी कजरारी आंखें भर आई. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഉസ്കാ ഗല റൂന്ത് ഗയ, അവളുടെ തൊണ്ട ഇടറി. അതായത് നമുക്ക് ഒരുപാട് സങ്കടം വരുമ്പോ, നമുക്ക് കരച്ചിൽ വരുമ്പോ തൊണ്ടയിന്ന് സൗണ്ട് വരാതിരിക്കുന്ന ഒരു അവസ്ഥയില്ലേ, ആ അവസ്ഥയിലായിപ്പോയി ആ യുവതി. ഔർ ഉസ്കി കജരാരി ആഖേ ഭരായി, അവളുടെ കൺമഷി ഇട്ടിട്ടുള്ള കണ്ണുകളൊക്കെ അങ്ങനെ നിറഞ്ഞു. ഇവിടെ നമുക്ക് ആ യുവതിയുടെ വേദനയും നിസ്സഹായാവസ്ഥയൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം പത്നി, ഭാര്യ എന്താ ചെയ്യണത്? ഇങ്ങനെ വില പേശിക്കൊണ്ടിരിക്കുകയാണ്. ആ യുവതി ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടായിരിക്കും ചിലപ്പോൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പോൾ അവരുടെ കഠിനാധ്വാനത്തിനോ പരിശ്രമത്തിനോ
ഒരു വിലയും കൊടുക്കാത്ത രീതിയിലാണ് ഈ പത്നി പെരുമാറുന്നത്. പത്നിയുടെ ചിന്ത എന്തുമാത്രമാണ്? സാധനത്തിന് ഇനിയും വില കുറയ്ക്കണം, ഇനിയും വില കുറച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഒരു വാല്യൂ ഇല്ലാത്ത പോലെയാണ് ഈ പത്നി പെരുമാറുന്നത്. അപ്പൊ എന്താണ്, ആ യുവതി മാനസികമായിട്ട് ഇങ്ങനെ തകരുകയാണ്. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് സാധനങ്ങൾ വിൽക്കാൻ വന്നിട്ടും അതിന് അതിൻ്റെതായ വില ലഭിക്കില്ല എന്ന് തോന്നുമ്പോൾ എന്താണ്, സങ്കടം വന്നു പോവാണ്. അതുകൊണ്ടാണ് ആ യുവതി ഒന്നും പറയാൻ പറ്റാതെ കണ്ണിലിങ്ങനെ വെള്ളം നിറച്ച് നിന്നിരുന്നത്. ഇപ്പോൾ നമ്മുടെ പത്നിക്ക് ഒന്നും ഈ യുവതിയുടെ ഫീലിങ്സ് ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിലും പതിക്ക്, ലേഖകന് ഇത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒന്നും പറയുന്നില്ലെങ്കിലും ഇയാൾക്ക് ആ വിളിക്കാൻ വന്ന യുവതിയുടെ ബുദ്ധിമുട്ടും പ്രശ്നമൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പോ പത്നി തിരിച്ചു പറയാണ്, ചൽ ന തേരി ന മേരി 150 per piece. അപ്പൊ ഭാര്യ പറയാണ്, എന്നാൽ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, നമ്മളിവിടെയൊക്കെ പറയില്ലേ, അതായത് ഞാൻ പറഞ്ഞതുമല്ല നീ പറഞ്ഞതല്ല, പത്നി പറഞ്ഞതുമല്ല യുവതി പറഞ്ഞതുമല്ല. 150 എന്ന് പറഞ്ഞാല് 150 രൂപ, ഒരു പീസിന് 150 രൂപ വെച്ചിട്ട് വാങ്ങാമെന്ന് പത്നി പറഞ്ഞു. അച്ഛാ ദീദി ठीक है लो रंग पसंद कर लो. അച്ഛാ ദീദി, ശരി ചേച്ചി, ठीक है ഓക്കെ, ലോ എടുത്തോളൂ, രംഗ് പസന്ദ് കർ ലോ. രംഗ് എന്ന് പറഞ്ഞാല് നിറം, അപ്പൊ ഇഷ്ടമുള്ള നിറത്തിലുള്ളത് ഷോൾ എടുത്തോളൂ എന്ന് ആ യുവതി പറഞ്ഞു. कुछ सोचते हुए उसने कहा और गठर पत्नी के सामने सरका दिया. അല്പം ചിന്തിച്ചുകൊണ്ട് അവള് പറഞ്ഞു. നമ്മുടെ പത്നി 150 രൂപ എന്ന് ഷാളിന് പറഞ്ഞപ്പോ ആ ശരി ചേച്ചി ഓക്കെ എന്ന് യുവതി, ഷോള് വിൽക്കുന്ന യുവതി സമ്മതിച്ചു. ആ യുവതിയുടെ മനസ്സിൽ ഒരുപക്ഷെ പേടി ഉണ്ടായിരിക്കാം, ഇനിയും അവര് വില കുറയ്ക്കോ അല്ലെങ്കിൽ ഈ സാധനം ഇനി വാങ്ങില്ലേ എന്നുള്ളൊരു ഭയം എന്തായാലും ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും 150 രൂപ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് സമ്മതിച്ചിട്ടുണ്ടാവുക. ഗഠർ പത്നിക്ക് സാമനെ സർക്കാദിയ. ആ ഷോളുകളുടെ കെട്ടുണ്ടല്ലോ അത് ഭാര്യയുടെ മുന്നിലേക്ക് വെച്ചു. പത്നിനെ 5 ഷോളെ अलग कर ली और मेरी ओर देख रुपये देने का इशारा किया. പത്നി 5 ഷോളും വേർതിരിച്ച് സെപ്പറേറ്റ് ആക്കി എടുത്തു. എന്നിട്ട് എന്നെ നോക്കി പൈസ നൽകാൻ വേണ്ടിയിട്ട് സൂചന നൽകി എന്നാണ് പതി പറയുന്നത്. मैंने छड़ 750 रुपये निकाल कर दे दिए. ഞാൻ പെട്ടെന്ന് 750 രൂപ എടുത്തിട്ട് കൊടുത്തു. उसके जाने के बाद रास्ते भर पत्नी की सुई इसी बात पर अटकी रही. वो एक बार में ही 150 में मान गई. गलती की, थोड़ा तोल मोल और करना चाहिए था. और मेरी सुई अतीत में जा अड़की थी. उसके जाने के बाद, അവള് പോയതിനു ശേഷം രാസ്തേ ഭർ, വഴി മുഴുവൻ, അതായത് ഇവര് ഹോഷിയാർപൂരിൽ എത്തുന്നത് വരെ പത്നിക്ക് സുയി ഇസി ബാത് പർ, അതായത് ഭാര്യയുടെ ചിന്ത, ശ്രദ്ധ ഈ കാര്യത്തിൽ തന്നെ മുഴുകി, അതായത് തങ്ങി നിന്നു എന്നാണ് പറയുന്നത്. वो एक बार में ही 150 में मान गई. അവൾ ഒറ്റ തവണ പറഞ്ഞപ്പോ തന്നെ എന്ത് ചെയ്തു, 150 രൂപയ്ക്ക് സമ്മതിച്ചു. ഗൽത്തിക്ക്, തെറ്റ് ചെയ്തു. थोड़ा तोल मोल और करना चाहिए था. അല്പം കൂടി വിലപേശണമായിരുന്നു, ബാർഗെയിൻ ചെയ്യണമായിരുന്നു എന്ന് പത്നി പറയാണ്. ഈ ഷോള് വിൽക്കുന്ന യുവതിയോട് പത്നി, അതായത് ഭാര്യ 150 രൂപ എന്ന് പറഞ്ഞപ്പോ അവരപ്പൊ തന്നെ സമ്മതിച്ചു അല്ലെ. അപ്പൊ പത്നിക്ക് തോന്നാണ് പെട്ടെന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ കുറച്ചും കൂടി വില പേശിയാല്, ബാർഗെയിൻ ചെയ്താല് ഇനിയും വില കുറഞ്ഞു കിട്ടുമെന്ന്. ആ യുവതിയുടെ കണ്ണ് നിറഞ്ഞതൊക്കെ ഈ ഭാര്യ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ യുവതിയുടെ വേദന മനസ്സിലാക്കാനോ അവരോട് സഹതാപം കാണിക്കുന്നതിനോ പകരം അവര് ചിന്തിക്കുന്നത് എന്താണ്, അവളുടെ പക്കൽ നിന്നും ഇതിലും കുറഞ്ഞ വിലയ്ക്ക് ഷോള് വാങ്ങാമായിരുന്നു എന്നൊക്കെയാണ്. അപ്പോൾ ഇവരുടെ ഈ സെൽഫിഷ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. മറ്റൊരു മനുഷ്യന്റെ ദുഃഖത്തിനോ വേദനയ്ക്കോ ഒരു പ്രാധാന്യം അവരവിടെ നൽകുന്നില്ല. और मेरी सुई अतीत में जा अटकी थी. എന്നാൽ എന്റെ ചിന്ത, അതീത് എന്ന് പറഞ്ഞാല്
പാസ്റ്റ്, കഴിഞ്ഞ കാലം, ഭൂതകാലത്തിനാണ്. അപ്പോൾ നമ്മുടെ പതി ലേഖക് പറയാണ്, എന്നാൽ എൻ്റെ ചിന്ത കഴിഞ്ഞ കാലത്തിൽ തൂങ്ങി നിൽക്കുകയായിരുന്നു. ഇവിടെ പത്നി, ഭാര്യ എന്താണ് ചെയ്യുന്നത്? ഇനിയും വില പേശാമായിരുന്നു എന്നുള്ള കുറ്റബോധത്തിൽ നിൽക്കുകയാണ്. പക്ഷെ പതിക്ക് തൻ്റെ പാസ്റ്റിൽ, കഴിഞ്ഞ കാലത്തിൽ നടന്ന പല കാര്യങ്ങളും അങ്ങനെ ഓർമ്മ വരികയാണ്. അദ്ദേഹം ആ കാര്യം ചിന്തിച്ചിരിക്കുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. बेटी को गोद में बिठा रेलगाड़ी की खिड़की से जागता में सोचता रहा था. बेटी മകള്, ഗോദ് മടിത്തട്ടാണ്, റെയിൽഗാഡി എന്ന് പറഞ്ഞാൽ ട്രെയിൻ, തീവണ്ടിക്കാണ് പറയുന്നത് കേട്ടോ. ഖിടുക്കി ജനലാണ്. മകളെ മടിയിലിരുത്തി തീവണ്ടിയുടെ ജനലിലൂടെ പുറത്തേക്ക് എത്തി നോക്കി ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഇവിടെ നമ്മുടെ ലേഖകൻ ആരെയാണ് മടിയിലിരുത്തിയിട്ടുള്ളത്? മകളെയാണല്ലേ. അപ്പൊ ഇവിടെ ബേട്ടി എന്നുള്ളത് പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളത് മാർക്ക് ചെയ്യുക. എവിടെ നിന്നാണ് അദ്ദേഹം എത്തി നോക്കിയത്? റെയിൽ ഗാഡിക്ക് ഖിടുക്കി സേ, തീവണ്ടിയുടെ ജനലിലൂടെയാണ് അദ്ദേഹം എത്തി നോക്കിയത്. അപ്പൊ നമുക്കിനി ബാക്കി വായിച്ചു നോക്കാം. മേരെ പിതാ ഭി रेलगाड़ी में सामान बेच जब थके हारे घर आते तो उनकी आंखों में भी वही नमी थी जो आज उस युवती की आंखों में थी. मेरे पिता भी रेलगाड़ी में सामान बेच, എൻ്റെ അച്ഛനും തീവണ്ടിയില് സാധനം വിറ്റ്, ജബ് തക്കേ ഹാരെ ഗരാത്തെ, ഈ തീവണ്ടിയിലെ സാധനമൊക്കെ വിറ്റ് ക്ഷീണിച്ച് അവശനായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ, तो उनकी आंखों में भी वही नमी थी जो आज उस युवती की आंखों में थी. അദ്ദേഹത്തിന്റെ കണ്ണുകളിലുണ്ടായ അതേ നനവ് ഇന്ന് ആ യുവതിയുടെ കണ്ണുകളിലും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. തൻ്റെ അച്ഛൻ്റെ കണ്ണിൽ കണ്ട അതേ നനവ് ആ യുവതിയുടെ കണ്ണിലും നമ്മുടെ ലേഖകന് കാണാൻ സാധിച്ചു. ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ പല സിറ്റുവേഷൻസും ഓർമ്മ വരും അല്ലേ. അപ്പം നമ്മളത് കണക്ട് ചെയ്യും. നമ്മൾ എൻ്റെ ലൈഫിലും ഇതുപോലെ ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് ആലോചിക്കും. അത് തന്നെയാണ് ഇവിടെ നമ്മുടെ പതി ലേഖകന്റെ ലൈഫിലും സംഭവിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് എന്താണ്, അദ്ദേഹത്തിൻ്റെ പഴയ കാലത്തെ കാര്യങ്ങൾ ഓർമ്മ വരികയാണ്. ഇവിടെ ഖിടുക്കി, ജനൽ എന്നുള്ളത് ട്രെയിനിന്റെ ഭാഗം മാത്രമല്ല, അത് ലേഖകനെ തൻ്റെ പാസ്റ്റിലേക്ക്, തൻ്റെ പഴയ കാലത്തെ ഓർമ്മകളിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ഇവിടെ ലേഖകന്റെ മനസ്സിന്റെ ജനലാണ് ശരിക്കും തുറന്നു കാണിക്കുന്നത്. കാരണം തൻ്റെ ഭാര്യ ഒരു ഷോള് വിൽക്കുന്ന യുവതിയോട് ഇങ്ങനെ വില പേശുമ്പോൾ ആ യുവതിയുടെ കണ്ണ് നിറയാണ്. ആ കണ്ണുനീര് വന്നതുകൊണ്ട് തന്നെ ആ കണ്ണിലൊരു നനവുണ്ടായിരിക്കും. അപ്പം അത് കാണുമ്പോൾ നമ്മുടെ ലേഖകന് തൻ്റെ അച്ഛൻ്റെ കണ്ണിലുണ്ടായിരുന്ന ആ നനവ് ഓർമ്മ വരികയാണ്. കാരണം അച്ഛനും ട്രെയിനിലെ സാധനങ്ങൾ വിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അദ്ദേഹത്തോടും ഇതേപോലെ പലരും വില പേശിയിട്ടുണ്ടാവുമെന്ന് നമ്മുടെ ലേഖകൻ ചിന്തിക്കുകയാണ്. അപ്പം അച്ഛനും വീട്ടിലേക്ക് ക്ഷീണിച്ച് വരുമ്പോൾ എന്താണ്, കണ്ണിൽ ആ നനവ് ഉണ്ടായിരുന്നു. അതേ നനവാണ് ലേഖകൻ ആ യുവതിയുടെ കണ്ണിലും കണ്ടിട്ടുണ്ടായിരുന്നത്. രണ്ടുപേരുടെയും കണ്ണില് വേദനയുടെയും നിസ്സഹായാവസ്ഥയുടെയും നനവായിരുന്നു ലേഖകൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട വരികളൊക്കെ പ്രത്യേകമായിട്ട് ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ചെറിയ വാക്കുകളൊക്കെ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെന്തായാലും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. അതെന്തായാലും നിങ്ങൾക്ക് എക്സാമിന് ഉത്തരങ്ങൾ എഴുതുമ്പോൾ ഉപയോഗപ്പെടും. അതെന്തായാലും എഴുതി കൊടുക്കേണ്ട വാക്കുകളായതുകൊണ്ടാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതൊരു ചെറുകഥയാണെങ്കിലും ഇതിൽ ഒരുപാട് ആശയങ്ങളും സന്ദേശങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൽ 3 ക്യാരക്ടേഴ്സ് ആണുള്ളത്. ഈ 3 പേർക്കും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമാണ്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇതിൽ നിന്ന് എക്സാമിന് ക്യാരക്ടർ സ്കെച്ച്, ഡയറി, ലെറ്റർ, കോൺവെർസേഷൻ അങ്ങനെ പല ചോദ്യങ്ങളും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ പാഠം നന്നായി മനസ്സിലാക്കി വെക്കുക. നമ്മൾ ചാപ്റ്റർ എത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കുന്നുവോ
അത്രയും അടിപൊളിയായിട്ട് നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പഠിക്കുക. പിന്നെ നമ്മുടെ ചാനലിലെ എല്ലാ ചാപ്റ്റേഴ്സും അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയും എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പോയി കാണുക. പിന്നെ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.